മുല്ലവള്ളിയും തേന്മാവും പാർട്ട് 2. ഡേഡി നന്ദേ, ദേ നിൽക്കുന്നു നിന്റെ ഡേവിച്ചൻ, ശില്പ നന്ദയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. എൻ്റെ ഡേവിച്ചനോ? എൻ്റേതൊന്നുമല്ല. നന്ദ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ആ, നീ ആ പാൽക്കുപ്പി അബിയുടെ പിന്നാലെ നടന്നോ? ദൈവമേ, ഇവളുടെ തലയിൽ വരച്ചിരുന്ന വര എൻ്റെ തലയിൽ വരച്ചിരുന്നേൽ ഞാൻ ആ ഡേവിച്ചനെയും കെട്ടി സുഖമായി ജീവിച്ചേനെ. ശില്പ ഡേവിഡിനെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഒരു കാട്ടുകോഴി തന്നെയാ ശില്പമേ. നന്ദ അവളെ നോക്കി കണ്ണുരുട്ടി. കാട്ടുകോഴി നിന്റെ... ഞാൻ ഒന്നും പറയുന്നില്ല. ശില്പ പല്ലി ഞെരിച്ചു. എന്നാലും നന്ദേ, നിനക്ക് എന്താടി ഡേവിഡിനെ ഇഷ്ടമില്ലാത്ത? ശില്പയിൽ അതിശയമാണ്. അതിന് ഡേവിഡിന് എന്നെ ഇഷ്ടമാണെന്ന് ഡേവിഡും പറഞ്ഞിട്ടില്ലല്ലോ, അളകനന്ദ ചിരിയോടെ ചോദിച്ചു. അത് നേരാ, അവനും പറഞ്ഞിട്ടില്ല. എന്നാലും അവൻ്റെ കണ്ണി നോക്കി അറിയാലോ അവന് നിന്നോടുള്ള ഇഷ്ടം. അന്ന് ആ കളർ പെൻസിൽ ബോക്സ് നിന്റെ ബാഗിൽ നിമിഷ കൊണ്ടുവെക്കുന്നത് കണ്ടത് അവൻ ടീച്ചറോട് പറഞ്ഞത് കൊണ്ടല്ലേ നീ കള്ളിയാവാതിരുന്നത്. അതൊക്കെ ശരിയാ. അതിന് ഡേവിഡിനോട് ഞാൻ നന്ദിയും പറഞ്ഞല്ലോ. നന്ദിയോ? കോപ്പ്. അവനൊരു ഐ ലവ് യു പ്രതീക്ഷിച്ചുള്ള നിൽപ്പായിരുന്നു നിന്നിരുന്ന അന്ന്. ശില്പ പറഞ്ഞു. എനിക്ക് എല്ലാവരോടും തല്ലും വഴക്കും കൂടി എല്ലാവരെയും ഉപദ്രവിച്ച് നടക്കുന്നവരോട് പൊതുവെ പേടിയാ ശില്പമേ. നന്ദ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഓ, നിനക്ക് അബിയെ പോലുള്ള നിർഗുണനെ പറ്റത്തുള്ളൂ അല്ലേ? ചോരയും നീരുള്ളവരെ കണ്ടാൽ നിനക്ക് പറ്റില്ലല്ലേ? ശില്പ പിന്നെയും ചോദിച്ചു. ആൺകുട്ടികൾ തല്ലും വഴക്കും കൂടി നടക്കണമെന്ന് നിർബന്ധമുണ്ടോ ശില്പമേ? നന്ദയിൽ ആ ചിരി തന്നെയാണ് ഇപ്പോഴും. നിനക്ക് യോഗമില്ല അമ്മിണിയേ, ശില്പ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എന്തിന്? നന്ദ നെറ്റി ചുളിച്ചു. ദേ, ആ നിൽക്കുന്ന കലിപ്പൻ്റെ ഗാന്ധാരി അവൻ. ശില്പ പറയവേ നന്ദ അവളുടെ കയ്യിൽ പതിയൊന്ന് നുള്ളി. അവരങ്ങ് ചിരിയും കളിയുമായി നടന്നകലുമ്പോഴും ഡേവിഡിൻ്റെ കണ്ണുകൾ അപ്പാടെ നന്ദയിൽ തന്നെയായിരുന്നു. ടീച്ചർമാരുടെയും ചുരുക്കം ചില കുട്ടികളുടെയും കണ്ണിൽ കരടായിരുന്നു ഡേവിഡ്. ശരി തൻ്റെ ഭാഗത്താണെങ്കിൽ ആരോടും എതിർത്ത് സംസാരിക്കാൻ അവനൊരു മടിയുമില്ല. ആ സ്കൂളിലെ താന്തോന്നി ചെറുക്കനാണവൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും നന്ദയെ അവൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. നന്ദയോട് അവന് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് പ്രേമമാണെന്ന് കൂട്ടുകാർ പറയുന്നു. പക്ഷെ ഡേവിഡിനത് പ്രേമമാണോ എന്നറിയില്ല. എന്നാൽ തനിക്ക് നന്ദയോട് തോന്നുന്ന ഇഷ്ടം അത്രമേൽ പവിത്രമാണെന്ന് ഡേവിഡിനറിയാം. അവൻ അവളെ ഇഷ്ടമാണ്. പേരറിയാത്ത പ്രാണനാവുന്ന ഒരു തരം ഇഷ്ടം. പേരുപോലെ തന്നെ ഡേവിഡ് സ്നേഹിക്കുന്ന അളകനന്ദ ഒരു പുണ്യനദിയാണ്. ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും കലരാത്ത ഹിമാലയത്തിലെ തെളിനീർ പോലെ ശുദ്ധമായ മനസ്സുള്ളവളാണ് ഡേവിഡിൻ്റെ അളകനന്ദ. തടസ്സങ്ങളെ പുഞ്ചിരിയോടെ തഴുകി മാറ്റി ഒഴുകുന്ന അവളുടെ നിഷ്കളങ്കത തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ഭംഗി. കൗമാരക്കാരൻ ഡേവിഡിൻ്റെ ഉള്ളിൽ അളകനന്ദ ഒരു കുഞ്ഞി ചെടിയായിരുന്നു. അവൻ വളരും തോറും ആ ചെടിയും തളിരിട്ടു. അതിൽ നിറയെ പ്രണയപുഷ്പങ്ങൾ വിരിഞ്ഞു. അതൊരു വൻവൃക്ഷമായി മാറി. ആ വൃക്ഷം പറിച്ചെറിയാൻ കഴിയാത്ത വിധം അവനിലേക്ക് വേരുകൾ പടർത്തി. പക്ഷെ നന്ദയ്ക്കിഷ്ടം അബിയെ ആണെന്നറിഞ്ഞ അന്നു മുതൽ നന്ദയുടെ നിഴൽവട്ടത്ത് പോലും ഡേവിഡ് ചെല്ലാതെയായി. ഒരു നോട്ടം കൊണ്ടുപോലും അവളെ അവൻ ബുദ്ധിമുട്ടിക്കാറില്ല. നന്ദയുടെ ഓർമ്മകൾ പൊടുന്നനെ 10ാം ക്ലാസ്സിലെ ആ യാത്രയയപ്പ് ദിവസത്തിലേക്ക് ഓടിപ്പിടഞ്ഞെത്തി. അന്ന് ഓട്ടോഗ്രാഫിൽ എല്ലാവരും പരസ്പരം ഓരോന്ന് എഴുതി കൊടുക്കും. സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഫോട്ടോയുള്ള നല്ല കട്ടിയുള്ള പേജുകളുള്ള ഓട്ടോഗ്രാഫ് ബുക്കുകളാണ് എല്ലാവരുടെ കയ്യിലും. നിമിഷക്ക് അമ്മാവ് മേടിച്ചു കൊടുത്ത ഓട്ടോഗ്രാഫിൻ്റെ പുറം ചട്ടയിൽ നല്ല റോസാപ്പൂക്കളുടെ ചിത്രങ്ങളാണ്. നന്ദക്ക് ആ വീട്ടിൽ അങ്ങനെയൊന്നും മോഹിക്കാൻ പോലും അർഹതയില്ല. നിമിഷ അത് നന്ദയെ കൊടുന്ന് കാണിച്ച് പത്രാസ് കാണിക്കുകയും ചെയ്തു. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ. നന്ദ അതിൻ്റെ പുറംചട്ടയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. തൊട്ടഴുക്കാക്കല്ലേ നന്ദേ, നിന്റെ കയ്യിൽ അപ്പടി അടുക്കളയിൽ അഴുക്കും കരിയുമാ. ഓട്ടോഗ്രാഫിൽ തൊട്ട കയ്യിൽ ഒരു മേട്ടം കൊടുത്തുകൊണ്ട് നിമിഷ പറഞ്ഞു. നന്ദ ആശങ്കയോടെ കൈ പിൻവലിച്ചു. പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എഴുതി ബാക്കി വന്ന ഒരു പുസ്തകത്തിൻ്റെ നല്ല പേജുകൾ ചീന്തിയെടുത്ത് നന്ദ സ്വന്തമായി ഒരു കുഞ്ഞു ഓട്ടോഗ്രാഫ് ഉണ്ടാക്കി. അതിൽ പുറംചട്ടയിൽ ഒരു പൂവും വരച്ചു. നന്ദ തൻ്റെ ഓട്ടോഗ്രാഫിൽ എല്ലാവരെ കൊണ്ടും ഓരോ വരി എഴുതിപ്പിച്ചു. ചിലർ ആത്മാർത്ഥമായി അവൾക്ക് വേണ്ടി 2 വരി എഴുതിയപ്പോൾ ചിലരെ നന്ദ നിർബന്ധിച്ചാണ് 2 വരി എഴുതിപ്പിച്ചത്. കാരണം നന്ദക്കറിയാം ഇനി തനിക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല എന്ന്. അമ്മാവ് പറഞ്ഞിട്ടുണ്ട് ഇനി പഠിക്കാൻ വിടില്ല എന്ന്. ചിരിയോടെ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദ അബിക്ക് നീട്ടിയ ഓട്ടോഗ്രാഫിൽ അവൻ പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു വരി എഴുതി ചേർത്തു. ആ വരി അവളെ വല്ലാതെ നോവിച്ചു കളഞ്ഞു. ജീവിതത്തിൽ സത്യസന്ധത കൈവിടാതെ ഇരിക്കണം. മോഷ്ടിക്കാൻ തോന്നുമ്പോൾ മോഷണത്തേക്കാൾ നല്ലത് ചാവുന്നതാ എന്നങ്ങ് കരുതണം.
അച്ഛനെ പോലെ കള്ളിയാവാതെ ജീവിക്കൂ എന്ന് അഭിമന്യു. അഭിമന്യുവിനെ സംബന്ധിച്ചിടത്തോളം നന്ദ ഒരു കള്ളിയായിരുന്നു, ഒരു സ്വാർത്ഥയായിരുന്നു. അവൻ അങ്ങനെ തെറ്റിദ്ധരിച്ചതല്ല, മറിച്ച് നിമിഷ അവളെക്കുറിച്ച് അങ്ങനെയാണ് അഭിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അച്ഛൻ തനിക്ക് തരുന്ന സാധനങ്ങളെല്ലാം അവൾ കട്ടെടുക്കുമെന്നും തരം കിട്ടിയാൽ തന്നെ ഉപദ്രവിക്കുമെന്നുമെല്ലാമാണ് നന്ദയെക്കുറിച്ച് നിമിഷ പറഞ്ഞിട്ടുള്ളത്. നന്ദക്ക് തൻ്റെ കുഞ്ഞു ഹൃദയം വിങ്ങി ആ വരികൾ വായിക്കെ. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അഭിയുടെ അരികിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവെയാണ് ദൂരെ മാറി അവസാനത്തെ ബെഞ്ചിൽ പുറത്തേക്ക് കണ്ണുനട്ട് ഒരുവൻ ഇരിക്കുന്നത് അവൾ കാണുന്നത്. ഡേവിഡ്. അവൻ മാത്രമേ ഇനി നന്ദക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കാനുള്ളൂ. നന്ദ മടിച്ച് മടിച്ച് അവനരികിലേക്ക് നടന്നു. ഡേവിഡ് അടുത്ത് ആരോ വന്നതറിഞ്ഞപ്പോൾ മുഖമുയർത്തി പതിയെ നോക്കി. തന്നെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണൊന്ന് വിടർന്ന പോലെ തോന്നി നന്ദക്ക്. ഡേവിഡ്, എനിക്ക് ഓട്ടോഗ്രാഫ് തന്നില്ലല്ലോ, നന്ദ പതിയെ ചോദിച്ചു. ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല അളകനന്ദ, ഡേവിഡ് ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. അവനങ്ങനെ മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടും നന്ദ തിരിച്ചു പോയില്ല. അവൾ ആ ബുക്ക് അവൻ്റെ അടുത്തേക്ക് വെച്ചുകൊണ്ട് ആ തടി ബെഞ്ചിൽ നഖം ചുരണ്ടി നിന്നു. ഡേവിഡ് മുഖമുയർത്തി അവളെ നോക്കി. അവൾ ആ തുറന്നിട്ട ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഡേവിഡ് ഒരു ദീർഘനിശ്വാസത്തോടെ ആ ബുക്ക് കയ്യിലെടുത്തു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ അതിൽ 2 വരി എഴുതി. അഭിമന്യു എഴുതി ചേർത്ത പേജിൻ്റെ തൊട്ടപ്പുറം തന്നെ. അവനത് നന്ദക്ക് നേരെ നീട്ടി. ഹിമഗിരി പുത്രിയായി ഒഴുകും അളകനന്ദ പോൽ നീ എന്നിൽ പെയ്തു നിറയുന്നൊരു അനുരാഗ തീർത്ഥം. നന്ദ ആ വരികളിൽ ശ്വാസം വിലങ്ങി നിന്നുപോയി. അവൾ ആദ്യമായി കാണുന്ന പോലെ ഡേവിഡിനെ നോക്കി. അവളുടെ അമ്പരപ്പ് കാണെ അവന് കുസൃതി തോന്നി. പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളുടെ കൈ പിടിച്ചു വെച്ചു. എന്താ? എനിക്ക് വേണം തൻ്റെ ഓട്ടോഗ്രാഫ്. നന്ദ ഒന്നും മിണ്ടിയില്ല. എഴുതി തരില്ലേ? ഡേവിഡ് എടുത്തു ചോദിച്ചു. ഉവ്, എഴുതിത്തരാം. ബുക്ക് തരൂ. എൻ്റെ കൈ ബുക്കില്ലല്ലോ ഇതിന്. ഡേവിഡിൽ പിന്നെയും ചിരി തന്നെ. പിന്നെ എവിടെ എഴുതും? ഇവിടെ എഴുതി തരാമോ? ഡേവിഡ് അവൻ്റെ യൂണിഫോം ഷർട്ടിലേക്ക് വിരൽ ചൂണ്ടി. നന്ദ വിറക്കുന്ന വിരലുകളോടെ അവൻ്റെ ഹൃദയഭാഗത്ത് ആ അക്ഷരങ്ങൾ കുറിച്ചിട്ടു. മറക്കില്ല മരിക്കുവോളം, ഹൃദയപൂർവ്വം, അളകനന്ദ. നന്ദ എല്ലാവർക്കും എഴുതി കൊടുത്ത വരി അത് തന്നെയായിരുന്നു. പക്ഷേ ഡേവിഡിന് അത് എഴുതി കൊടുക്കുമ്പോൾ മാത്രം അവളുടെ കൈകൾ വിറച്ചു. അവൻ്റെ ഷർട്ടിനോട് ചേർത്ത് വെച്ച ആ വിരലുകളിൽ അവൻ്റെ വർദ്ധിച്ച ഹൃദയമിടിപ്പ് അവൾക്കറിയാനുണ്ടായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അളകനന്ദ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ചേച്ചി എങ്ങോട്ടാ? ഞങ്ങൾ അവിടെ കൊണ്ടാക്കിത്തരാം, ജെറി ചിരിയോടെ പറഞ്ഞു. നന്ദ പതിയെ ഡേവിഡിനെ ഒന്ന് നോക്കി. കണ്ട് ഈ നിമിഷം വരെ ഒരക്ഷരം തന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഡേവിഡ്. ഇനിയിപ്പോൾ തന്നെ മനസ്സിലായി കാണില്ലേ എന്നടക്കം നന്ദ ചിന്തിച്ചു പോയി. കുറേ വർഷങ്ങളായി ഇരുവരും പരസ്പരം കണ്ടിട്ട് പോലും. ഞാൻ തനിച്ചു പോയിക്കോളാം, നന്ദ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അയ്യോ, ഈ വയ്യാത്തിടത്ത് തനിച്ചു പോകേണ്ട ചേച്ചി, ഞങ്ങൾ കൊണ്ടുവിടാം, ജെറി പിന്നെയും പറഞ്ഞു. വേണ്ട, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് ഇവിടെ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളത്, നന്ദ പിന്നെയും പതിയെ പറഞ്ഞു. പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? ഡേവിഡ് അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഞാൻ പോയിക്കോളാം. പറ്റില്ല, ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാമെങ്കിൽ തിരിച്ചെത്തിക്കാനും ഞങ്ങൾക്കറിയാം. ഡേവിഡ് തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞുകൊണ്ട് ആ ജീപ്പിലേക്ക് കയറി. ജെറിയും കൂടി നിർബന്ധിച്ചതോടെ നന്ദയും കയറി ആ ജീപ്പിലേക്ക്. ഇവിടെ നിർത്തിയാൽ മതി. ജീപ്പ് കുറച്ചു നേരം മുൻപോട്ട് പോയപ്പോൾ നന്ദ പറഞ്ഞു. ഡേവിഡ് ബ്രേക്ക് ചവിട്ടി ജീപ്പ് നിർത്തി. പക്ഷെ അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇവിടെ എന്താ ചേച്ചി? ജെറി ചുറ്റും നോക്കി. കണ്ണാടിപ്പുഴയാണ് കീഴെ. അതിനു മുകളിലുള്ള പാലത്തിലാണ് വണ്ടി ഒതുക്കിയിരിക്കുന്നത്. നന്ദ ഒന്നും മറുപടി പറഞ്ഞില്ല. വീട്ടിൽ ഇറക്കിത്തരാം ചേച്ചി, ജെറി ആദ്യം പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞു. വേണ്ട, എനിക്കിവിടെ ഇറങ്ങിയാൽ മതി. ആദ്യത്തെ പോലെയല്ല. ഇപ്പോൾ നന്ദയുടെ സ്വരത്തിനുമുണ്ട് അല്പം കടുപ്പം. ഇടയ്ക്ക് വിടടാ, എവിടേക്കാണെന്ന് വെച്ചാൽ പോവട്ടെ. ജെറി എന്തോ പറയാൻ വരവേ ഡേവിഡ് മുന്നിലെ കണ്ണാടിയിലൂടെ രൂക്ഷമായി നന്ദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദ ഒരു വാക്കും മിണ്ടാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഡേവിഡും ഒന്നും മിണ്ടാതെ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ജെറി നന്ദ പോകുന്നതും നോക്കി പുറകിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വണ്ടി കുറച്ചു നേരം അങ്ങ് നീങ്ങിയപ്പോൾ ജെറി വെപ്രാളത്തോടെ ഡേവിഡിൻ്റെ കയ്യിൽ ആഞ്ഞു തട്ടി. എന്നതാടാ? ഡേവിഡ് അവനെ നോക്കി കണ്ണുരുട്ടി. ദേ ചായ, ആ ചേച്ചി. ജെറിയുടെ കണ്ണുകൾ അപ്പോഴും പുറകിലേക്കാണ്. ജെറിയുടെ മുഖത്തെ വെപ്രാളം കാണെ ഡേവിഡും ഒരു നിമിഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ആ പാലത്തിൻ്റെ കൈവരിയിൽ കയറി നിൽപ്പാണ് അവൾ. ഡേവിഡ് ഭയത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നന്ദ ആ കണ്ണാടിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് എടുത്ത് ചാടിയിരുന്നു. അളകനന്ദേ!
ഡേവിഡ് ഉറക്കെ അലറിക്കൊണ്ട് ആ പാലത്തിന് കുറുകെ നിന്ന് അവൾക്കൊപ്പം എടുത്തു ചാടി. പണ്ടത്തെ 17കാരൻ ചാടിയപോലെ തന്നെ. ആ പുഴയുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതേപോലൊരു സന്ദർഭം അവൻ്റെ ഉള്ളിലേക്ക് ഓടി മറഞ്ഞു വന്നു. ആ സന്ധ്യക്ക് വല്ലാത്ത മടുപ്പിക്കുന്ന ചൂടുണ്ടായിരുന്നു. പാടവരമ്പത്തെ കശുമാവുകളിൽ നിന്നും കശുവണ്ടിപ്പഴത്തിൻ്റെ ഗന്ധം കാറ്റിൽ ഒഴുകി നടക്കുന്നു. നന്ദ അന്നിട്ടിരുന്നത് ചെറിയ പൂക്കളുള്ള ഒരു പാവാടയും ടോപ്പുമായിരുന്നു. തലമുടി വിടർത്തിയിട്ടിരിക്കുകയായിരുന്നു. ശില്പയുമുണ്ട് അവൾക്കൊപ്പം. അവർ നടന്നു നീങ്ങിയത് ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള താമരക്കുളത്തിലേക്കായിരുന്നു. പഴയ കരിങ്കല്ല് പടവുകൾ കെട്ടിയ ചുറ്റും വൻമരങ്ങൾ തണൽ വിരിച്ച ആ കുളം കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. നന്ദേ, അത് നോക്ക്, താമര! ശില്പ ആവേശത്തോടെ കുളത്തിൻ്റെ നടുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നന്ദ പതുക്കെ തൻ്റെ പാവാടത്തുമ്പ് മുട്ടറ്റം ഉയർത്തിപ്പിടിച്ച് കുളത്തിലേക്ക് ഇറങ്ങി. പടവുകളിൽ വഴുക്കലുള്ള പച്ചപ്പായൽ പിടിച്ചിരുന്നു. ഓരോ അടി വെക്കുമ്പോഴും വെള്ളത്തിലെ തണുപ്പ് അവളുടെ കാൽപാദത്തിലേക്ക് പടർന്നു. ശില്പമേ, എനിക്ക് പേടിയാവുന്നടി. വെള്ളത്തിന് നല്ല താഴ്ചയുണ്ടോ? എന്നാൽ നീ ഇങ്ങ് കയറി വാ, ഞാൻ ഇറങ്ങാം. അത് വേണ്ട, എന്തായാലും ഞാൻ ഇറങ്ങിയില്ലേ, ഇനി നീ കൂടെ നനയണ്ട. എന്നാൽ പതുക്കെ ചെല്ല്. ശില്പ കരയിലിരുന്ന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നന്ദ ആ താമര ലക്ഷ്യമാക്കി കൈ നീട്ടിയതും ഞൊടിയിടയിൽ അവളുടെ പാദം ആ ചളിയിൽ താഴ്ന്നുപോയി. വഴുക്കലുള്ള ആഴത്തിലേക്ക് അവൾ പെട്ടെന്ന് മറിഞ്ഞു വീണു. വെള്ളം അവളുടെ മൂക്കിലേക്കും വായിലേക്കും ഇരച്ചു കയറി. നന്ദ കൈകൾ കൊണ്ട് സഹായത്തിനായി വായുവിൽ പരതി. ശില്പ പേടിച്ചു വിറച്ച് കരയിലിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ പഴയ ഹീറോ സൈക്കിളിൻ്റെ ബെല്ല് ദൂരെ നിന്നും കേട്ടത്. കവലയിൽ നിന്ന് വരികയായിരുന്ന ഡേവിഡ് കള്ളിമുണ്ടും മടക്കിക്കുത്തി തൻ്റെ സൈക്കിൾ വഴിയിൽ ഉപേക്ഷിച്ച് കുളക്കടവിലേക്ക് പാഞ്ഞു വന്നു. അവൻ്റെ മുഖത്ത് സദാ ഉണ്ടാവുന്ന ആ താന്തോന്നിത്തരം സെക്കൻഡുകൾക്കുള്ളിൽ മാഞ്ഞുപോയി. നന്ദേ! അവൻ അലറി വിളിച്ചു. ഷർട്ട് പോലും ഊരാതെ അവൻ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി. വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്ന നന്ദയെ അവൻ തൻ്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് കോരിയെടുത്തു. ഡേവിഡ് അവളെയും നെഞ്ചോട് ചേർത്ത് പതുക്കെ കരയിലേക്ക് നീന്തിക്കയറി. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ പുൽത്തകിടിൽ തളർന്നിരിക്കുന്ന നന്ദ. അവളുടെ വിറക്കുന്ന ശരീരത്തിന് ഡേവിഡിൻ്റെ വിയർപ്പും മഴവെള്ളവും കലർന്ന ഗന്ധമായിരുന്നു. അവൻ മുട്ടുകുത്തി നിന്ന് അവളുടെ മുഖത്തെ മുടിയിഴകൾ മാറ്റാൻ കൈനീട്ടി. പക്ഷെ അവളുടെ കണ്ണുകളിലെ പേടി കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഡേവിഡ് ഒന്നും മിണ്ടാതെ ആ കുളത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടെ എടുത്തു ചാടി. കുളത്തിൽ നിന്നും ഒരു താമര പറിച്ചെടുത്ത് ആ കുളപ്പടവിൽ നന്ദക്കരികിൽ വെച്ചു. ഒന്നും മിണ്ടാതെ അവൻ അങ്ങ് സൈക്കിൾ ഓടിച്ചുപോയി. ഡേവിഡ് കണ്ണുകൾ ചിമ്മി തുറന്നു. അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. അന്ന് ആ 17കാരൻ്റെ കൈകളിൽ നനഞ്ഞു കുതിർന്ന് വാടിയ താമരത്തണ്ട് പോലെ കിടന്നിരുന്നവൾ ആണ് ഇപ്പോഴും അവൻ്റെ കൈകളിൽ ബോധം മറഞ്ഞു കിടക്കുന്നത്. നന്ദ, ഡേവിഡിൻ്റെ മാത്രം അളകനന്ദ. തുടരും സൂര്യകാന്തി. 2 പാർട്ടിൽ അവസാനിപ്പിക്കണമെന്ന് കരുതിയ ഒരു കഥയാണ്. പക്ഷേ 2 പാർട്ടിൽ ഇത് ഒതുങ്ങുന്നില്ല. ഡേവിഡിൻ്റെ പ്രണയം ഒന്നും കൂടി ആത്മാർത്ഥമായി കഥയിൽ വിവരിക്കണമെന്നുണ്ട്. നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പാട്ട് ഉടനെ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.